പ്രീതികർത്ത സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻട്രിയിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് സാർ. ഇന്ത്യ ചരിത്രത്തില് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളില് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത് ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള സമരങ്ങളാണ്. അവയെ നമുക്ക് പ്രധാനമായും നാലായി വർഗീകരിക്കാം. ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ, അതായത് ഗാന്ധിജി ദേശീയ പ്രസ്ഥാനത്തിലേക്ക് ചുവടുവെക്കുന്ന ആദ്യ സമരം എന്ന് പറയുന്നത് റൗലത്ത് സത്യാഗ്രഹമാണ്. അതിനു മുൻപ് പ്രാദേശികമായി ഗാന്ധിജി നേതൃത്വം നൽകിയ സമരങ്ങളാണ് ആദ്യകാല സമരങ്ങളിൽ ഉൾപ്പെടുക. അത് പറയുന്നു ഗാന്ധിജിയുടെ ദേശീയ പ്രസ്ഥാനത്തിലേക്കുള്ള ചുവടുവയ്പായി കണക്കാക്കുന്ന റൗലത്ത് സത്യാഗ്രഹം. തുടർന്ന് 3 അഖിലേന്ത്യാ സമരങ്ങൾ. എന്തൊക്കെ? നിസ്സഹകരണ പ്രസ്ഥാനം, നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായ ഉപ്പ് സത്യാഗ്രഹം, പിന്നെ ക്വിറ്റ് ഇന്ത്യ സമരം. ഇതിന്റെ ഇടയിൽ ചെറുതും വലുതുമായ കുറെ മറ്റ് സമരങ്ങളുണ്ട്. അത് നമ്മൾ പിന്നാലെ പഠിക്കുകയും ചെയ്യും. അപ്പൊ പ്രധാനമായിട്ടും നാലായിട്ടാണ് വർഗീകരിക്കുക. അതില് ഇന്നേ ദിവസം നമ്മൾ പഠിക്കാൻ പോകുന്നത് ആദ്യ ഭാഗം, ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ. ആരംഭിച്ചാലോ? ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ഞാൻ പറഞ്ഞു അത് ദേശീയ പ്രാധാന്യമുള്ള സമരങ്ങളാണോ? അല്ല. പ്രാദേശിക പ്രാധാന്യമുള്ള സമരങ്ങൾ മാത്രമാണ്. ഒന്ന് ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരനിലെ നീലം കർഷകരുടെ സമരമാണ് ചമ്പാരൻ സത്യാഗ്രഹം എന്നറിയപ്പെടുക. 1917 പിന്നെ അഹമ്മദാബാദ് തുണിമിൽ സമരം. അത് 1918 ഗുജറാത്തില്. ഖേദ കർഷക സമരം 1918 ഗുജറാത്തിൽ. നമുക്കിതൊക്കെ അറിയാം. എങ്കിലും എസ്.സി.ആർ.ടി പാഠപുസ്തകത്തില് പുതിയ പാഠപുസ്തകത്തിലെ കുറച്ച് കാര്യങ്ങൾ കൂടെ നമ്മൾ കൂട്ടിച്ചേർത്തിരിക്കുന്നു. കാരണം ഈ ഒരു ആദ്യകാല സമരങ്ങൾ എന്ന് പറയുമ്പോൾ പി.എസ്.സിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യ മേഖലയാണ്. ഈ 3 സമരങ്ങളിൽ നിന്ന് ഉറപ്പായും ഒരു ചോദ്യം പരീക്ഷയിൽ ഉണ്ടാവും. അതാണ് ഇതുവരെയുള്ള ചരിത്രം. അതുകൊണ്ട് അത്രയും പ്രാധാന്യത്തോടു കൂടി നമുക്ക് പഠിച്ചുറപ്പിക്കാം. അറിയാവുന്നവരുണ്ടാവും. ഒരുപക്ഷെ അറിയാത്തവരാണെങ്കിൽ കൃത്യമായി പഠിക്കുക. അറിയാവുന്നവർക്ക് റിവിഷൻ ആയിക്കോട്ടെ. ചിലപ്പോൾ എക്സ്ട്രാ പോയിന്റ് ചിലപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനും ഉണ്ടാവും. ആരംഭിച്ചാലോ? യെസ്. ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ സത്യാഗ്രഹം ബീഹാറിലെ ചമ്പാരൻ എന്ന ഗ്രാമത്തിൽ നടന്നതാണ്. ഏത് വർഷം? 1917. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ സമരമാണ് ചമ്പാരൻ സത്യാഗ്രഹം. അതെന്താ ഇന്ത്യയിലെ എന്ന് പറയണേ? ഗാന്ധിജി വേറെ എവിടെയെങ്കിലും സമരം ചെയ്തിട്ടുണ്ടോ? ഉണ്ടെന്നേ. ദക്ഷിണാഫ്രിക്കയില്. ഗാന്ധിജിയുടെ ആദ്യ സമരം എന്ന് പറയുന്നത് ദക്ഷിണാഫ്രിക്കയിലായിരുന്നു. 1907 എന്ന് പറയേണ്ടി വരും. ആദ്യ സത്യാഗ്രഹ സമരം. അതുകൊണ്ട് ആ ചമ്പാരൻ സത്യാഗ്രഹം നമ്മൾ എടുത്തു പറയുന്നേ ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ സമരമായിരുന്നു. ഗാന്ധിജി ഇന്ത്യയിൽ തന്റെ പൊതുപ്രവർത്തനം ആരംഭിക്കാനിടയായ സംഭവം എന്ന് പറയുന്നത് ചമ്പാരൻ സത്യാഗ്രഹമാണ്. ഇതിന് പിന്നില് മറ്റൊരു കഥ കൂടെ ഉണ്ട് കേട്ടോ. അതായത് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ തന്റെ പ്രവർത്തനം അവസാനിപ്പിച്ച് ഇന്ത്യയിൽ തിരികെ വരുന്നത് 1915 ജനുവരി മാസം 9-ാം തീയതിയായിരുന്നു അല്ലേ? തുടർന്ന് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഗുരുവായ ഗോപാലകൃഷ്ണ ഗോഖലെ കാണാൻ പോകും. അപ്പൊ ഗോപാലകൃഷ്ണ ഗോഖലെ ഇങ്ങനെ പറഞ്ഞു, ആദ്യം സാധാരണക്കാരായ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് സത്യാഗ്രഹം ചെയ്യും. അത് കഴിഞ്ഞ് ദേശീയ പ്രാധാന്യമുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാം. അതായിരുന്നു യഥാർത്ഥത്തിൽ ഗാന്ധിജിയുടെ വഴിത്തിരിവെന്ന് പറയുന്നത്. സാധാരണക്കാരായ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിത്തിരിച്ചുകൊണ്ട് പ്രാദേശിക പ്രാധാന്യമുള്ള കാര്യങ്ങളിൽ പോലും ആത്മാർത്ഥമായി പ്രവർത്തിച്ചുകൊണ്ട് ദേശീയ പ്രസ്ഥാനത്തേക്ക് ഇറങ്ങി വരുന്നു. അതിന്റെ ആദ്യഘട്ടമായിരുന്നതാ ചമ്പാരൻ സത്യാഗ്രഹം കേട്ടോ. അപ്പോ ഗാന്ധിജിയുടെ സമരരീതി എന്ന് പറയുന്നത് അഹിംസയിൽ അധിഷ്ഠിതമായ സമരമായിരുന്നു. അവിടെ കോലാഹലങ്ങളില്ല, നിയമലംഘനങ്ങളില്ല. പിന്നീട് നിയമലംഘനം ഉണ്ടായി. പക്ഷെ ആദ്യകാല സമരങ്ങളിൽ നിയമലംഘനമൊന്നുമില്ല കേട്ടോ. അഹിംസയിൽ അധിഷ്ഠിതമായ സമരം. നിയമം കൃത്യമായി പാലിച്ചുകൊണ്ട് ആശയപരമായ പ്രതിഷേധം മാത്രം. അവിടെ അക്രമവാസനയൊന്നുമില്ല. അതാണ് പറയുക ഗാന്ധിജിയുടെ സമരരീതി എന്തായിരുന്നു? അഹിംസയിൽ അധിഷ്ഠിതമായ സമരമായിരുന്നു. ഓക്കെ അല്ലേ? ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്ത് സെറ്റ് ആക്കിയാലോ? ചമ്പാരൻ സത്യാഗ്രഹം 1917 ബീഹാർ സംസ്ഥാനത്ത്. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ സമരമാണ്. ഗാന്ധിജി ഇന്ത്യയിൽ തന്റെ പൊതുപ്രവർത്തനം ആരംഭിക്കാനിടയായ സംഭവം എന്ന് പറയുന്നത് ചമ്പാരൻ സത്യാഗ്രഹം തന്നെ. ഗാന്ധിജിയുടെ സമരരീതി എന്ന് പറയുന്നത് അഹിംസയിൽ അധിഷ്ഠിതമായ സമരമാണ്. ഈ ബീഹാറിലെ ചമ്പാരനിലെ കർഷകര് എന്തുകൊണ്ടാണ് സമരത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചത്? അതാദ്യം നമുക്ക് നോക്കാം. അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് തീൻ കടായി സമ്പ്രദായം. ഈ തീൻ കടായി സമ്പ്രദായം ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് വായിക്കണം കേട്ടോ. തീൻ കഴിഞ്ഞ് സ്പേസ് ഇട്ട് കടായി.
ഏ പക്ഷേ പലപ്പോഴും ചിലപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ ഈ സ്പേസ് ഇല്ലാണ്ട് അങ്ങനെ എഴുതും. സ്പേസ് ഇല്ലാണ്ട് എഴുതുമ്പോൾ തിങ്കതീയ സമ്പ്രദായമാവും. മനസ്സിലായോ? സ്പേസ് ഇടാതെ എഴുതിയിട്ട് അതിന്റെ മലയാളം ട്രാൻസ്ലേഷൻ എടുക്കുമ്പോൾ ഈ ഇന്നും കായും കൂടെ ചേർത്ത് എന്തായി പോവും? ഇങ്കയായി പോവും. തിങ്കതീയ സമ്പ്രദായം എന്നൊക്കെ ആയി പോകും കേട്ടോ. അപ്പോൾ സംശയം ഉണ്ടാവരുത്. അതുകൊണ്ട് ഞാൻ വീണ്ടും എടുത്തു പറയണേ. കാരണം എന്താണ്? തീൻ കടായി സമ്പ്രദായം. അതായത് നീലം കൃഷി ചെയ്യുന്നവര് അല്ലെങ്കിൽ കർഷകര് അവരുടെ ആകെയുള്ള ഭൂമി 3 ഭാഗം എന്ത് ചെയ്യണം? നീലം കൃഷിക്ക് വേണ്ടി മാറ്റിവെക്കണം. ബാക്കി ഭാഗത്ത് മാത്രം എന്ത് ചെയ്യാൻ പാടുള്ളൂ? അവരുടെ ഇഷ്ടമുള്ള വിള കൃഷി ചെയ്യാൻ പാടുള്ളൂ. 3 ഭാഗം ഉറപ്പായിട്ടും എന്ത് ചെയ്യണം? നീലം കൃഷിക്ക് വേണ്ടി മാറ്റിവെക്കണം. ഈ നീലം കൃഷി ചെയ്താ എന്താ കുഴപ്പം? ഒരു പ്രശ്നമുണ്ട്. ഈ നീലം കൃഷി ചെയ്തു കഴിഞ്ഞാല് എവിടെയാണോ നീലം എന്ന് പറയുന്ന കൃഷി ചെയ്യുന്നത്, നീലം കൃഷി ചെയ്യുന്നത്, നീലം ചെടികൾ കൃഷി ചെയ്യുന്നത്, ആ ഭൂപ്രദേശത്തെ മേൽമണ്ണിന്റെ ഫലപുഷ്ടി നഷ്ടപ്പെടും. ആ മേൽമണ്ണിൽ പിന്നെ മറ്റൊരു വിളയും കൃഷി ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും. ഇപ്പോഴത്തെ റബ്ബർ കൃഷിയെ പോലെ. ഒരു ഭൂപ്രദേശത്ത് റബ്ബർ നട്ടുകഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മേൽമണ്ണിന്റെ ഫലപുഷ്ടി നഷ്ടപ്പെടും. നമുക്കറിയാം 1 സെന്റിമീറ്റർ മേൽമണ്ണ് രൂപം കൊള്ളാൻ എത്ര വർഷങ്ങൾ വേണം? ആയിരക്കണക്കിന് വർഷം വേണം. നിങ്ങൾ ജോഗ്രഫിയിൽ പഠിക്കും അല്ലേ? 1 സെന്റിമീറ്റർ മേൽമണ്ണ് രൂപം കൊള്ളുവാൻ, ഫലപുഷ്ടമായ 1 സെന്റിമീറ്റർ മേൽമണ്ണ് ഉണ്ടാകുവാൻ ആയിരക്കണക്കിന് വർഷം വേണ്ടിവരും. ആ മേൽമണ്ണിന്റെ ഫലപുഷ്ടി പൂർണ്ണമായിട്ട് എന്ത് നഷ്ടപ്പെടും? ഈ നീലം ചെടി കൃഷി ചെയ്താൽ നഷ്ടപ്പെടും. അതുകൊണ്ട് ആദ്യ കാലഘട്ടത്ത് കൂടുതൽ ലാഭം കിട്ടുന്നത് കൊണ്ട് കർഷകർ പലരും നീലം കൃഷി ചെയ്യാൻ തയ്യാറായെങ്കിലും പിന്നീട് പലരും പിന്നോക്കം പോയി. പിന്നോക്കം പോയപ്പോ ബ്രിട്ടീഷുകാർ കർശനമായ വ്യവസ്ഥകൾ കൊണ്ടുവന്നു. എന്താണ്? എന്താണ് വ്യവസ്ഥ? 3 ഭാഗം ഉറപ്പായിട്ടും എന്ത് ചെയ്യണം? നീലം കൃഷി ചെയ്യണം. ഇതായിരുന്നു തീൻ കടായി സമ്പ്രദായം. ക്ലിയർ? നമുക്കിനി സ്ലൈഡിലേക്ക് പോകാം. എന്താ? നീലം കർഷകരെ തോട്ടം ഉടമകളായ വെള്ളക്കാർ അഥവാ ബ്രിട്ടീഷുകാർ ചൂഷണം ചെയ്തത്. എങ്ങനെയാ ചൂഷണം ചെയ്യുക? കർഷകർ സ്വന്തം ഭൂമിയിൽ 3 ഭാഗവും ഭൂവുടമകൾക്കായി നീലം കൃഷി ചെയ്യാൻ നിർബന്ധിതമായ വ്യവസ്ഥ. അത്രയേ ഉള്ളൂ. പക്ഷേ കർഷകർക്ക് ഇത് ചെയ്തില്ലെങ്കിൽ മറ്റ് ആനുകൂല്യങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് അവർക്ക് കൃഷി ചെയ്യേണ്ടതായി വന്നു. എങ്കിലും മനസ്സിൽ പ്രതിഷേധമുണ്ടായി. ചമ്പാരനിലെ നീലം കർഷകരുടെ കഷ്ടപ്പാടുകൾ ഗാന്ധിജിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ ഒരു നീലം കർഷകനായിരുന്നു ആര്? രാജ്കുമാർ ശുക്ല. ഈ രാജ്കുമാർ ശുക്ല 1916 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനം ലക്നൌവിൽ വെച്ച് നടന്നപ്പോൾ ആ ലക്നൗ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും അവിടെ ഗാന്ധിജിയോട് ഇക്കാര്യം പറയുകയും ചെയ്തു. അപ്പൊ ഗാന്ധിജി ലക്നൗ സമ്മേളനത്തിന് വന്നിട്ടുണ്ടോ? ഉണ്ടെന്നേ. നമ്മൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പഠിച്ചപ്പോ അവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ? ഗാന്ധിജി ആദ്യമായി INCയിൽ പ്രസിഡന്റ് ആയത് 1924 ബെൽഗാം സമ്മേളനത്തിൽ. ആദ്യമായി പങ്കെടുക്കുന്നത് 1901 ഗാന്ധിജി നെഹ്റുവിനെ കണ്ടുമുട്ടുന്നത് എപ്പോഴാ? 1916 ലക്നൗ സമ്മേളനത്തിൽ. അപ്പൊ ഗാന്ധിജി ഉറപ്പായിട്ടും ലക്നൗ സമ്മേളനത്തിൽ പങ്കെടുത്തു. ആ സമയത്താണ് നീലം കർഷകനായ രാജ്കുമാർ ശുക്ല ഗാന്ധിജിയെ സമീപിക്കുകയും ബീഹാറിലെ നമ്മുടെ കർഷകരുടെ, നീലം കർഷകരുടെ, ചമ്പാരനിലെ കർഷകരുടെ ദുരിതാവസ്ഥ അദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്തു. അങ്ങനെ സ്വാഭാവികമായിട്ട് ഗാന്ധിജി എന്ത് ചെയ്തു? ഈ ലക്നൗ സമ്മേളനത്തിൽ എന്ത് ചെയ്തു? നീലം കർഷകർക്ക് സഹതാപം പ്രകടിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ നീലം കർഷകരോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു പ്രമേയം അവതരിപ്പിക്കുവാൻ ആരോട് നിർദ്ദേശിച്ചു? ബ്രിജ് ബാബു കിഷോർ പ്രസാദിനോട് നിർദ്ദേശിച്ചു. അങ്ങനെ ബ്രിജ് ബാബു കിഷോർ പ്രസാദ് എന്ത് ചെയ്തു? ഒരു പ്രമേയം അവതരിപ്പിച്ചു. ആരെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്? ബീഹാറിലെ, ചമ്പാരനിലെ നീലം കർഷകർ ഉൾപ്പെടെ ഏതൊരു ഭൂപ്രദേശത്ത് നീലം കർഷകരെയും സപ്പോർട്ട് ചെയ്യുന്നു. എന്താ സപ്പോർട്ട് ചെയ്യുന്നേ? അവർക്ക് അവരുടെ കൃഷിഭൂമിയിൽ ഇഷ്ടമുള്ള വിളകൾ കൃഷി ചെയ്യാൻ അനുമതി വേണം. സ്വാതന്ത്ര്യം വേണം. ഓക്കെ. അപ്പൊ 1916 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലക്നൗ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം നീലം കർഷകരോട് സഹതാപം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ബ്രിജ് ബാബു കിഷോർ പ്രസാദ് ആണ്. ഒരാളുടെ പേരാണ് കേട്ടോ. ബ്രിജ് ബാബു കിഷോർ പ്രസാദ്. തുടർന്ന് ഈ ഒരു റെസൊല്യൂഷൻ, ഈ ഒരു പ്രമേയം ഒരു നിവേദനമായിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റിനും കൊടുത്തു. അങ്ങനെ ബ്രിട്ടീഷ് ഗവൺമെന്റ് അവിടുത്തെ പ്രാദേശിക ഭരണാധികാരിയായ സർ എഡ്വേർഡ് ഗേറ്റ് ഒരു കമ്മീഷനെ നിയമിച്ചു. ചമ്പാരൻ സത്യാഗ്രഹത്തെക്കുറിച്ച് പഠിക്കുവാൻ അന്വേഷണ കമ്മീഷനെ നിയമിച്ചത് ലഫ്റ്റനന്റ് ഗവർണറായിരുന്ന സർ എഡ്വേർഡ് ഗേറ്റ് ആയിരുന്നു. ആരാണ്?
ലഫ്റ്റനന്റ് ഗവർണറായ സർ എഡ്വേർഡ് ഗേറ്റ്. സമരത്തെ തുടർന്ന് കർഷകർക്ക് ആശ്വാസകരമായ തീരുമാനങ്ങൾ കൈക്കൊണ്ടു. അതായത് സർ എഡ്വേർഡ് ഗേറ്റ് കമ്മീഷനെ നിയമിച്ചു. ആ കമ്മീഷൻ പരിശോധിച്ചപ്പോൾ മനസ്സിലായി കർഷകരുടെ ആവശ്യത്തിലും പ്രത്യേകിച്ച് കാര്യമുണ്ട്. കാരണം ആ ഭൂമി മറ്റൊന്നിനും കൃഷി ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവിടെ കർഷകർക്ക് അനുകൂലമായ വിധിയാണ് ലഫ്റ്റനന്റ് ഗവർണറായ എഡ്വേർഡ് ഗേറ്റ് പുറപ്പെടുവിച്ചത്. പാട്ട വ്യവസ്ഥയിൽ സംരക്ഷണം ഉറപ്പാക്കി. അതായത് നമ്മുടെ തോട്ടമുടമകൾക്ക് വെറുതെ എന്ത് ചെയ്യാൻ പറ്റില്ല, കർഷകരെ ഒഴിപ്പിക്കാൻ പറ്റില്ല. കർശനമായ പാട്ട വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുന്ന വിളകൾ കൃഷി ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യവും ആർക്ക് നൽകി? കർഷകർക്ക് നൽകി. അപ്പൊ അതും നല്ലൊരു തീരുമാനമായിരുന്നു. ശരിയല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും എന്താ സംഭവിച്ചേ? ചമ്പാരൻ സത്യാഗ്രഹത്തെക്കുറിച്ച് പഠിക്കുവാൻ അന്വേഷണ കമ്മീഷനെ നിയമിച്ചത് ആരെന്ന് ചോദിച്ചാൽ ലഫ്റ്റനന്റ് ഗവർണറായ ആരാണ്? സർ എഡ്വേർഡ് ഗേറ്റ്. ക്ലിയർ? ഇനി ഈ ഒരു സമരത്തെ തുടർന്ന് എന്ത് സംഭവിച്ചു? കർഷകർക്ക് ആശ്വാസമായ തീരുമാനങ്ങളൊക്കെ കൊണ്ട് ഒന്നെന്താ? പാട്ട വ്യവസ്ഥയിൽ സംരക്ഷണം ഉറപ്പാക്കി. 2 ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാവുന്ന വിളകൾ കൃഷി ചെയ്യാൻ കർഷകർക്ക് സ്വാതന്ത്ര്യവും നൽകി. അപ്പൊ സ്വാഭാവികമായിട്ടും അതോടുകൂടി എന്ത് അവസാനിച്ചു? ചമ്പാരൻ കർഷക സമരം അവസാനിച്ചു. ഓക്കെ. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് ഗാന്ധിജിയുടെ മറ്റൊരു സമരത്തെക്കുറിച്ച്. അഹമ്മദാബാദ് തുണിമിൽ സമരം. അഹമ്മദാബാദ് തുണിമിൽ സമരം നടക്കുന്നത് 1918 ഗുജറാത്തിലായിരുന്നു. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സമരമായിരുന്നു അഹമ്മദാബാദ് തുണിമിൽ സമരം. ഗാന്ധിജി നിരാഹാരം കിടക്കാൻ അത്രത്തോളം പ്രശ്നം ഉണ്ടായോ? ഉണ്ടായിട്ടുണ്ടാവാം. നമുക്ക് പരിശോധിക്കാന്നേ. ആദ്യം നമുക്ക് കാരണം നോക്കാം. എന്തായിരുന്നു കാരണം? അഹമ്മദാബാദിലെ തുണിമിൽ തൊഴിലാളികളുടെ 50% വേതന വർധനവിന് വേണ്ടിയിട്ടായിരുന്നു യഥാർത്ഥത്തിൽ അഹമ്മദാബാദ് തുണിമിൽ സമരം ആരംഭിച്ചത്. ഓക്കെ. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം അത് 35% വേതനമായി കുറച്ചു. സംഭവം മറ്റൊന്നുമല്ലടാ. നമ്മുടെ അഹമ്മദാബാദ് ഉൾപ്പെടുന്ന ഭൂപ്രദേശം എന്ന് പറയുന്നത് ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നാണ് വിളിക്കുക. മാഞ്ചസ്റ്റർ എന്ന് പറയുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ തുണിത്തരങ്ങൾ നിർമ്മിക്കുന്ന ഇംഗ്ലണ്ടിലെ നഗരമാണ് മാഞ്ചസ്റ്റർ. ഇന്ത്യയിലെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത് അഹമ്മദാബാദാണ്. എന്തുകൊണ്ടാ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തുണി മില്ലുകൾ ഉള്ളത്, തുണി വ്യവസായമുള്ളത് അഹമ്മദാബാദിലാണ്. അപ്പോൾ ഒരുപാട് ഫാക്ടറികളുണ്ട്. അവിടെ ഒരുപാട് തൊഴിലാളികൾ ആവശ്യമുണ്ട്. അഹമ്മദാബാദില് സ്വാഭാവികമായിട്ട് പണ്ടുകാലത്ത് പ്ലേഗ്, വസൂരി തുടങ്ങിയ രോഗങ്ങൾക്കൊന്നും മരുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് വ്യാപിക്കും. അതുകൊണ്ട് ജനങ്ങൾക്ക് പേടിയുമാണ്. ഈ അഹമ്മദാബാദ് തുണിമില്ലിൽ ഉൾപ്പെടുന്ന ഭൂപ്രദേശത്ത് പ്ലാഗ് പടർന്നു പിടിച്ചു. ഈ പ്ലാഗ് പടർന്നു പിടിച്ചപ്പോ അവിടുത്തെ ഫാക്ടറികളില് തൊഴിലാളികൾ എത്താൻ പേടിയായി അവർക്ക്. അപ്പോ ഈ മില്ലുടമകൾ എന്ത് ചെയ്തു? അവരുടെ ശമ്പളത്തോടൊപ്പം ഏകദേശം 80% ബോണസ് കൂടെ നൽകി. എന്തിനാ ബോണസ് നൽകുന്നേ? പാവം കർഷകരെ വയ്യാത്ത കാലത്ത് ജീവിക്കട്ടെന്നാണോ? അല്ല. മറിച്ചെന്താ? 2 തരത്തിലുണ്ട്. ഒന്ന്, പരുത്തി കൃഷി ചെയ്യുന്ന കർഷകര് പരുത്തി ഉൽപ്പാദിപ്പിക്കണം. ആ പരുത്തി ഉൽപ്പാദിപ്പിച്ചാൽ മാത്രമേ ആ നൂല് കൊണ്ടുവന്ന് പ്രോസസ് ചെയ്ത് തുണിത്തരങ്ങൾ നിർമ്മിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഫാക്ടറി തൊഴിലാളികളും ജോലി ചെയ്യണം, പരുത്തി കർഷകരും ജോലി ചെയ്യണം. ഈ 2 പേർക്കും ഒരു വേതനം നൽകിയിരുന്നു, കൂലി നൽകിയിരുന്നു. കൂടാതെ 80% അധിക കൂലിയും നൽകി ബോണസായിട്ട്. ഇപ്പൊ 1000 രൂപയാണ് ഒരാൾക്ക് കൂലിയെങ്കിൽ 1800 രൂപ നൽകി. അപ്പോ അങ്ങനെയെങ്കിലും ജനങ്ങള് വരട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ കർഷകരും അതോടൊപ്പം ഫാക്ടറി തൊഴിലാളികളും ജോലിക്ക് വന്നു. ഈ പ്ലാഗ് എന്ന രോഗം അങ്ങനെ കെട്ടടങ്ങിയപ്പോ പതിയെ നമ്മുടെ മില്ലുടമകൾ എന്ത് ചെയ്തു? ഈ അധികമായി നൽകിയ 80% ബോണസ് അങ്ങ് പിൻവലിച്ചു. ആ കാലഘട്ടത്ത് ഈ പ്ലാഗ് കാരണം സാമ്പത്തിക സ്ഥിതി ദുർബലമാകും. ഈ അധികം കിട്ടിയ ബോണസ് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇവര് ജീവിച്ചു പോകുന്നത്. പെട്ടെന്ന് ബോണസ് ഇല്ലാതായപ്പോ ഈ ഫാക്ടറിയിലെ തൊഴിലാളികൾക്കും കൂടാതെ കർഷകർക്കൊക്കെ ഇതിൽ വലിയ പ്രതിഷേധമുണ്ടായി. പ്രധാനമായിട്ടും ഫാക്ടറിയിലെ തൊഴിലാളികൾക്ക്. അവര് പറഞ്ഞു, ബോണസ് പിൻവലിച്ചുവെങ്കിൽ ഞങ്ങൾക്ക് വേതന വർധന അനുവദിക്കണം. 50% വേതന വർധന അനുവദിക്കണം. അപ്പോ നമ്മുടെ മില്ലുടമകൾ പറഞ്ഞു 50% തരാൻ പറ്റില്ല. വേണമെങ്കിൽ 20% തരാം. അതിൽ കൂടുതൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഗാന്ധിജി ഈ സമരത്തിൽ ഇടപെട്ടിട്ട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം. തൊഴിലാളികൾ 50 ചോദിക്കുന്നുണ്ടല്ലോ. നിങ്ങളുടെ മില്ലുടമകള് 20% തരാമെന്ന് പറയുന്നുണ്ട്. നമുക്ക് രണ്ടുപേരും വിട്ടുവീഴ്ച ചെയ്യൂ. രണ്ടുപേരും വിട്ടുവീഴ്ച ചെയ്താൽ നമുക്ക് 35% വേതന വർധനവ് ആവശ്യപ്പെടാമെന്ന് ആര് പറഞ്ഞു? ഗാന്ധിജി പറഞ്ഞു. പക്ഷേ ഈ ഗാന്ധിജിയുടെ നിർദ്ദേശം അനുസരിച്ച് തൊഴിലാളികൾ 35% മതി എന്ന് പറഞ്ഞപ്പോഴും മില്ലുടമകൾ എന്ത് ചെയ്തില്ല? അവരുടെ ആദ്യ കാര്യമായ
20% തന്നെ അവർ ഉറച്ചു നിന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഗാന്ധിജിക്ക് വിഷമമായി. തൊഴിലാളികൾ 50% ചോദിച്ചു. ഞാൻ അവരെ പറഞ്ഞ് 35 ആക്കിയിട്ടും അവർക്ക് വേതന വർധനവ് നൽകാൻ കഴിയുന്നില്ലല്ലോ. അതുകൊണ്ടാണ് ഗാന്ധിജി നിരാഹാരത്തിലേക്ക് പോവുക. മനസ്സിലായോ? അപ്പൊ ഞാൻ പറഞ്ഞ കഥയൊക്കെ സ്ലൈഡിലുണ്ട്. നമുക്ക് അതിലേക്ക് പോവാം. ഒന്നുകൂടെ റിവിഷൻ ചെയ്തിട്ട്. ഓക്കെ. അപ്പൊ ഇവിടെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമ്മൾ പറയുന്നു. ബാക്കി കാര്യങ്ങൾ നമുക്ക് പറയാം. അപ്പൊ അഹമ്മദാബാദ് തുണിമിൽ സമരം 1918. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹ സമരം. അഹമ്മദാബാദിലെ തുണിമിൽ തൊഴിലാളികളുടെ 50% വേതന വർധനവിന് വേണ്ടി. ഗാന്ധിജിയുടെ നിർദ്ദേശമനുസരിച്ച് 35% വേതന വർധനവ് എന്ത് ചെയ്തു? തൊഴിലാളികൾ ആവശ്യപ്പെടുകയാണ്. ഇനി നമുക്ക് കാരണത്തിലേക്ക് പോവാം. എന്തായിരുന്നു തൊഴിലാളികൾ ഈ വേതന വർധനവ് ആവശ്യപ്പെടാൻ കാരണം? പ്ലേഗ് ബോണസ് നിർത്തലാക്കിയത്. ഈ പ്ലേഗ് ബോണസ് എന്ന് പറഞ്ഞാൽ എന്താ? 1917 അഹമ്മദാബാദിലെ പ്ലേഗ് രോഗം പടർന്നു. അല്ലേ? നമ്മൾ പറഞ്ഞു. തൊഴിലാളികൾ തൊഴിലുപേക്ഷിച്ച് പോകാതിരിക്കാനായി ശമ്പളത്തിന്റെ 80% വരെ ബോണസ് ആയിട്ട് നൽകി. അതായത് 1000 രൂപയാണ് ശമ്പളമെങ്കിൽ 80%, 800 രൂപ ബോണസ് ഉൾപ്പെടെ എത്ര രൂപ കിട്ടി? 1800 കിട്ടി. അതുകൊണ്ട് തൊഴിലാളികൾ എന്ത് ചെയ്തില്ല? ഈ പ്ലേഗിന്റെ പേടിയൊക്കെ മാറ്റിവെച്ചിട്ട് ജോലിക്ക് വന്നു. അപ്പോ അഹമ്മദാബാദ് മിൽ സമരത്തിന്റെ പ്രധാന കാരണം എന്താ? പ്ലേഗ് ബോണസ് നിർത്തലാക്കിയത്. തൊഴിലാളികൾക്ക് നൽകിയിരുന്ന 80% ബോണസ് പെട്ടെന്ന് ഒരു ദിവസം കട്ട് ചെയ്തപ്പോ ജനങ്ങള്, അതായത് തൊഴിലാളികൾ പ്രതിഷേധിച്ചു. അഹമ്മദാബാദിലെ തുണിമിൽ തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഗാന്ധിജിയെ അറിയിച്ചത് അനസൂയ ബെഹ്നായിരുന്നു. ഓക്കെ. അപ്പോ തുണിമിൽ തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഗാന്ധിജി അറിയിച്ചത് ആരാണ്? അനസൂയ ബെഹൻ. എന്ന് പറഞ്ഞാൽ തൊഴിലാളികള് ഫാക്ടറിയിൽ വന്ന് ജോലി ചെയ്യാൻ തയ്യാറല്ല. ഫാക്ടറി ഉടമകൾക്ക് അതുകൊണ്ട് ജോലി നടക്കുന്നില്ല, വ്യവസായം നഷ്ടത്തിലുമാണ്. അനസൂയ ബെഹൻ എന്ന് പറയുന്നത് ആരാണ്? സാമൂഹിക പ്രവർത്തകയാണ്. അതോടൊപ്പം മിൽ ഉടമകളിൽ ഒരാൾ കൂടെയാണ് അനസൂയ ബെഹൻ. ഓക്കെ. അപ്പൊ അനസൂയ ബെഹന്റെ വീട്ടിൽ വെച്ച് അനസൂയ ബെഹന്റെ മാധ്യസ്ഥം അനുസരിച്ചിട്ടാണ് ഗാന്ധിജി നമ്മുടെ തൊഴിലാളികളോട് സംസാരിച്ച് അവരുടെ 50% എന്ന ആവശ്യം കുറച്ച് എന്താക്കി മാറ്റിയത്? 35 ആക്കി മാറ്റിയത്. അതായത് തൊഴിലുടമകൾ 20 കൊടുക്കാന്ന് പറഞ്ഞു. തൊഴിലാളികൾ 50 വേണമെന്ന് പറഞ്ഞു. രണ്ടിന്റെ ഇടയിൽ 35 ആക്കി കുറച്ചത്. പക്ഷെ ഇതും അംഗീകരിക്കാൻ ആര് തയ്യാറായില്ല? തൊഴിലുടമകൾ തയ്യാറായില്ല. അങ്ങനെ 21 ദിവസത്തെ നിരാഹാരം അനുഷ്ഠിച്ചു. വീണ്ടും അനസൂയ ബെഹൻ ഇടപെട്ടു. അപ്പൊ ഗാന്ധിജിയുടെ നിരാഹാര സമരം എത്ര ദിവസം നീണ്ടുനിന്നു? 21 ദിവസം നീണ്ടുനിന്നു. ഒടുവില് വീണ്ടും അനസൂയ ബെഹൻ ഇടപെട്ടു. സമരത്തിന്റെ സന്ധി സംഭാഷണത്തിന് വേദിയായത് അനസൂയ ബെഹന്റെ വീട് തന്നെ. 20% വേതന വർധനവ് നൽകാൻ തൊഴിലുടമകൾ തയ്യാറായി. അവർ ആദ്യമേ 20 പറയുന്നു. ഇപ്പോഴും ഗാന്ധിജി നിരാഹാരം കിടന്നു കഴിഞ്ഞിട്ടും എത്രയാ പറയണേ? 20 പറയണേ. ഒടുവിൽ ഗാന്ധിജി പറഞ്ഞു നമുക്ക് എന്ത് ചെയ്യാം? കേസിന് പോവാം. അപ്പോൾ തൊഴിലുടമകൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഓ കേസിന് പൊക്കോ. കേസിന് പൊക്കോ. അപ്പൊ കേസിന് പോയോ? പോയെന്നേ. കേസിന് പോയി. അങ്ങനെ ട്രൈബ്യൂണലിന് കേസ് കൈമാറി. ട്രൈബ്യൂണൽ വഴി നടത്തിയ അന്വേഷണത്തിനൊടുവിൽ ട്രൈബ്യൂണൽ പറഞ്ഞു തൊഴിലാളികളുടെ 50% ആദ്യ ആവശ്യം. നിങ്ങൾ 20 കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് അർഹമായ 35 ഉറപ്പായിട്ടും നൽകണമെന്ന് പറഞ്ഞു. അങ്ങനെ ട്രൈബ്യൂണൽ വഴി നടത്തിയ അന്വേഷണത്തിനൊടുവിൽ തൊഴിലാളികൾക്ക് 35% വേതന വർധനവ് ലഭിച്ചു. 80% പ്ലേഗ് ബോണസ് ഉണ്ടായിരുന്നു. അത് കട്ട് ചെയ്തു. അതുകൊണ്ട് 50% വേതന വർധനവ് ആവശ്യപ്പെട്ടു. തൊഴിലുടമകൾ 20 കൊടുക്കാന്ന് പറഞ്ഞു. ഗാന്ധിജി ഇടപെട്ട് 35 ആക്കി ആവശ്യപ്പെട്ടു. തൊഴിലുടമകൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല. അവർ 20 തന്നെ കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഗാന്ധിജി നേതൃത്വത്തിൽ നിരാഹാരം നടത്തുന്നു. അത് അവസാനിപ്പിക്കാനായിട്ട് അനസൂയ ബെഹൻ ഇടപെടുന്നു. ഒടുവിൽ തൊഴിലുടമകളെ വീണ്ടും ഗാന്ധിജി നിരാഹാരം അവസാനിപ്പിച്ചിട്ടും അമ്പനും വില്ലനും അടുക്കുന്നില്ല. ഒടുവിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ട്രൈബ്യൂണലിൽ കേസ് ഫയൽ ചെയ്യുന്നു. കേസ് ഫയൽ ചെയ്തതിനു ശേഷം ട്രൈബ്യൂണൽ എന്ത് വിധിക്കുന്നു? 35% വേതന വർധനവ് നൽകണമെന്ന് വിധിക്കുന്നു. അപ്പോൾ അഹമ്മദാബാദ് തുണിമിൽ സമരം വിജയമായിരുന്നോ? വിജയമായിരുന്നു. ചമ്പാരൻ സത്യാഗ്രഹം വിജയമായിരുന്നോ? വിജയമായിരുന്നു. ഈ സമരത്തിന്റെ ഭാഗമായി 1920 അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ ലേബർ അസോസിയേഷൻ സ്ഥാപിക്കപ്പെട്ടു. അതായത് തൊഴിലാളികളുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ ലേബർ അസോസിയേഷൻ സ്ഥാപിക്കപ്പെട്ടു. ഈ സമരത്തിലൂടെയാണ് ഗാന്ധിജി ഗുജറാത്തിലെ മറ്റൊരു നേതാവായ സർദാർ വല്ലഭായ് പട്ടേലുമായിട്ടും ശങ്കർലാൽ ബംഗറുമായിട്ടും ബന്ധം സ്ഥാപിക്കുന്നത്, അല്ലെങ്കിൽ സുഹൃത്ത് ബന്ധം സ്ഥാപിക്കുന്നത്, അല്ലെങ്കിൽ സുഹൃത്തുക്കളായി മാറുക. ഓക്കെ അല്ലേ? ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്ത് ഉറപ്പിച്ചാലോ? എന്തൊക്കെയാ നമ്മൾ പറയുക? അഹമ്മദാബാദ് തുണിമിൽ സമരം 1918 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സമരമായിരുന്നു. അഹമ്മദാബാദിലെ തുണിമിൽ തൊഴിലാളികളുടെ 50% വേതന വർധനവിന് വേണ്ടി ഗാന്ധിജിയുടെ നിർദ്ദേശമനുസരിച്ച് 35% വേതന വർധനവ് ആവശ്യപ്പെട്ടു. പ്രധാന കാരണമെന്ന് പറയുന്നത് പ്ലേഗ് ബോണസ് നിർത്തലാക്കിയത്. 1917 അഹമ്മദാബാദിൽ പ്ലേഗ് രോഗം പടർന്നു പിടിച്ചു. തൊഴിലാളികൾ തൊഴിലുപേക്ഷിച്ച് പോകാതിരിക്കാനായി ശമ്പളത്തിന് 80% വരെ ബോണസായി നൽകി.
അഹമ്മദാബാദിലെ തുണിമിൽ തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഗാന്ധിജി അറിയിച്ചത് അനസൂയ ഭഗനാണ്. ഗാന്ധിജിയുടെ നിരാഹാര സമരം 21 ദിവസം നീണ്ടിരുന്നു. സമരത്തിന്റെ സന്ധി സംഭാഷണത്തിന് വേദിയായത് അനസൂയ മരുടെ വീടാണ്. 20% വേതന വർധനവ് നൽകുവാൻ ആര് തയ്യാറായി? തൊഴിലുടമകൾ തയ്യാറായി. ട്രിബ്യൂണൽ വഴി നടത്തിയ അന്വേഷണത്തിനൊടുവിൽ തൊഴിലാളികൾക്ക് 35% വേതന വർധനവ് ലഭിച്ചു. ഈ സമരത്തിന്റെ ഭാഗമായി 1920 തൊഴിലാളികളുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ ലേബർ അസോസിയേഷൻ സ്ഥാപിക്കപ്പെട്ടു. ഈ സമരത്തിലൂടെയാണ് സർദാർ വല്ലഭായ് പട്ടേലുമായിട്ടും ശങ്കർലാൽ ബംഗറുമായിട്ടും ഗാന്ധിജി സൗഹൃദ ബന്ധം സ്ഥാപിക്കുക. ഗാന്ധിജി സമരം വിജയിക്കുവാൻ തൊഴിലാളികളോട് നിർദ്ദേശിച്ച പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ നമുക്ക് നോക്കാം. SCRT പുസ്തകത്തിലുള്ളതാണ്. കാരണം തൊഴിലാളികളാണ് പ്രത്യക്ഷത്തിൽ സമരം നടത്തുന്നത് അല്ലെ. അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ടാണ് അവർ വരിക, ഗാന്ധിജി വരിക. ഗാന്ധിജി സമരം ആരംഭിച്ചപ്പോൾ തന്നെ തൊഴിലാളികളോട് പറഞ്ഞു, ഒരു കാരണവശാലും അക്രമം പാടില്ല. അത് ചിലപ്പോ തെറ്റായ വ്യവസ്ഥിതിയിലേക്ക് പോകാം. തൊഴിലാളികളുടെ തന്നെ മരണത്തിനോ അല്ലെങ്കിൽ തൊഴിലാളികളുടെ നിരന്തരമായ തൊഴിൽ നഷ്ടത്തിനോ കാരണമാകാം. അങ്ങനെ ചെയ്യരുത്. 2 കരിങ്കാലികളെ ഉപദ്രവിക്കരുത്. എന്ന് പറഞ്ഞാല് തൊഴിലാളികൾ പണിമുടക്ക് സമരമാണല്ലോ നടത്തുന്നത്. ചില തൊഴിലാളികൾ ചിലപ്പോൾ എന്ത് ചെയ്യാം, അവരുടെ ബുദ്ധിമുട്ട് കൊണ്ടോ എന്തെങ്കിലും അവർ കൊടുക്കുന്ന തുച്ഛമായ വേതന വർധനവിന്റെ പേരിൽ 20% വേതന വർധനവ് തൊഴിലുടമകൾ അംഗീകരിക്കുന്നുണ്ടല്ലോ. അത് വാങ്ങിച്ച് തൊഴിലിന് കയറാം. അങ്ങനെയുള്ളവരെ വഞ്ചകരാണ് എങ്കിൽ പോലും, അതായത് നിങ്ങളുടെ കൂടെ നിൽക്കാത്തവരാണെങ്കിൽ പോലും അവരെ ഉപദ്രവിക്കാൻ പാടില്ല. അവരുടെ പ്രത്യേക സാഹചര്യം കൊണ്ട് അവർ ചെയ്തു പോയതായിരിക്കാം. കരിങ്കാലികളെ ഉപദ്രവിക്കരുത്. അതായത് കൂടെ നിന്നിട്ട് പാര പണിയുന്നവരെ ഉപദ്രവിക്കാൻ പാടില്ല എന്നർത്ഥം. ആയുധം ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. കാരണം അഹിംസയിൽ അധിഷ്ഠിതമായ സമരമാണ് എപ്പോഴും വിജയത്തിലെത്തുക. അതുകൊണ്ട് ആയുധം ഉപയോഗിക്കരുത്. പിന്നെ സമരം ആരംഭിച്ചാൽ ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോകുന്ന പരിപാടിയൊന്നും പാടില്ല. വിജയം വരെ സമരത്തിൽ അടിയുറച്ച് നിൽക്കണം. നേരായ വഴിയിലൂടെ മാത്രം എന്ത് ചെയ്യണം? തൊഴിലില് പ്രതിഫലം ലഭിക്കണം. അല്ലാതെ ശമ്പളം കുറഞ്ഞു പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഫാക്ടറിയിൽ പോയിട്ട് മെഷീനറി കേടാക്കാനൊന്നും പാടില്ല. നേരായ മാർഗത്തിലൂടെ അധ്വാനിച്ച് ആ കിട്ടുന്ന സമ്പത്ത് കൊണ്ട് ജീവിതം കെട്ടിപ്പടുക്കണം. ഇതായിരുന്നു ഗാന്ധിജി തൊഴിലാളികൾക്ക് നൽകിയ പ്രധാന നിർദ്ദേശങ്ങൾ. അത് കാണാൻ പഠിക്കാനൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കാം. അക്രമം പാടില്ല, കരിങ്കാലികൾ ഉപദ്രവിക്കരുത്, ആയുധം ഉപയോഗിക്കരുത്, വിജയം വരെ സമരത്തിൽ അടിയുറയ്ക്കുകയും നേരായ വഴിയിലൂടെ ആഹാരത്തിന് പ്രയത്നിക്കുകയും വേണം. സെറ്റാണേ. ഓക്കെ. അപ്പൊ നമ്മളിവിടെ 2 സമരങ്ങൾ പഠിച്ചു. എന്തൊക്കെ? അഹമ്മദാബാദ് മിൽ സമരവും പഠിച്ചു. പിന്നെ ചമ്പാരൻ സത്യാഗ്രഹവും പഠിച്ചു. ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങളില് ഇനി അവസാനത്തെ കാറ്റഗറിയിലേക്ക് നമ്മൾ പോകുന്നു. ഖേദ കർഷക സമരം. ഖേദ കർഷക സമരം നടക്കുന്നത് 1918 ഗുജറാത്തിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന 2ാമത്തെ സമരം. ഒന്നാമത്തേതായിരുന്നു അഹമ്മദാബാദ് തുണിമിൽ സമരം. ശരിയല്ലേ? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ നികുതി നിഷേധ സമരമായിരുന്നു. നികുതി നിഷേധ സമരമായിരുന്നു ഖേദ കർഷക സമരം. ഓക്കെ. നികുതി നിഷേധിക്കാൻ പറയുന്നു. നമ്മുടെ അഹമ്മദാബാദ് മിൽ സമരത്തിലും ചമ്പാരൻ സത്യാഗ്രഹ കാലഘട്ടത്തിലും നിയമലംഘനം ഒരു കാഴ്ചപ്പാടേ ഗാന്ധിജിക്കില്ലായിരുന്നു. നീതിപൂർവമായ അഹിംസയിൽ അധിഷ്ഠിതമായ സമരമായിരുന്നു ഗാന്ധിജി സ്വീകരിച്ചത്. പക്ഷെ ഖേദ കർഷക സമരത്തിൽ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്ത് കൊടുക്കണ്ട? നികുതി കൊടുക്കണ്ട. നികുതി കൊടുക്കണ്ട എന്ന് ജനങ്ങളോട് പറഞ്ഞു. ഓക്കെ. ഈ ഖേദ കർഷക സമരത്തെ നികുതി നിഷേധ സമരം ആയതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ നിസ്സഹകരണ സമരം എന്ന് വിളിക്കാറുണ്ട്. ഖേദ സത്യാഗ്രഹത്തിലൂടെ ദേശീയ നേതാവായി മാറിയ വ്യക്തിത്വമായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ. ഇത് ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് എന്താണ് സമരത്തിലേക്ക് പോകാം. അതിന് ഒന്നുകൂടെ റിവിഷൻ ചേർപ്പിച്ചാലോ? ഖേദ കർഷക സമരം 1918 ഗുജറാത്തിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന 2ാമത്തെ സമരം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ നികുതി നിഷേധ സമരമായിരുന്നു. അതുകൊണ്ട് ഇതിനെ ഇന്ത്യയിലെ ആദ്യത്തെ നിസ്സഹകരണ സമരം എന്ന് വിളിക്കാറുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ നിസ്സഹകരണ സമരത്തിന്റെ മുൻഗാമി എന്ന് വിളിക്കാറുണ്ട്. ഖേദ സത്യാഗ്രഹത്തിലൂടെ ദേശീയ നേതാവായി മാറിയത് ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ. എന്തായിരുന്നു നികുതി നിഷേധിക്കാൻ ഗാന്ധിജി ജനങ്ങളെ പ്രേരിപ്പിക്കാൻ കാരണമായത്? ഗുജറാത്തിലെ ഖേദ എന്ന് പറയുന്ന ജില്ല എന്ന് പറയുന്നത് ഒരു കാർഷിക പ്രദേശമാണ്. ഈ കാർഷിക പ്രദേശത്ത് കാലാവസ്ഥ വ്യതിയാനം കാരണം കൃഷിനാശം സംഭവിച്ചു. ബ്രിട്ടീഷുകാരുടെ കാഴ്ചപ്പാടില് കൃഷിനാശം സംഭവിച്ചാൽ അവരെ നികുതിയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. അപ്പോൾ കൃഷിനാശം സംഭവിച്ചു, കർഷകർക്ക് നഷ്ടമാണ്. പക്ഷെ നികുതി കൊടുക്കണ്ടല്ലോ എന്നൊരു ആശ്വാസം കർഷകർക്കുണ്ടായിരുന്നു.
സാധാരണത്തില് നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്ത് കൃഷിനാശം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പഠിക്കുവാൻ കൃഷി ഓഫീസിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ പ്രത്യേക സമിതിയോ ഈ കൃഷി നാശം ഉണ്ടായ സ്ഥലം സന്ദർശിക്കുകയും ബന്ധപ്പെട്ട റിപ്പോർട്ട് ആർക്ക് സമർപ്പിക്കുകയും ചെയ്യും? ഗവൺമെന്റിന് സമർപ്പിക്കുകയും ചെയ്യും. ഗവൺമെന്റാണ് നഷ്ടപരിഹാരം വിതരണം ചെയ്യുക. ശരിയല്ലേ? അതുപോലെ ഇവിടെയും ഖേദ എന്ന് പറയുന്ന ജില്ല ഉൾപ്പെടുന്ന ഭൂപ്രദേശത്തും കൃഷിനാശം ഉണ്ടായി. അതിനെക്കുറിച്ച് ഉദ്യോഗസ്ഥർ പഠിക്കാൻ വന്നു. പഠിക്കാൻ വന്നിട്ട് അവര് യാഥാർത്ഥ്യ വിരുദ്ധമായ റിപ്പോർട്ട് സമർപ്പിച്ചു. യഥാർത്ഥത്തിൽ കൃഷിനാശം ഉണ്ടായി. ഒട്ടനവധി കർഷകർക്ക് വലിയ നഷ്ടം സംഭവിച്ചു. പക്ഷേ ഈ റിപ്പോർട്ട് കൊടുത്തവർ എന്ത് കൊടുത്തു? അധികം നഷ്ടമൊന്നും ഇല്ല എന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്തു. അത് കാരണം ഗവൺമെന്റിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ റിപ്പോർട്ടിൽ എന്താ? കൃഷിക്ക് നഷ്ടമൊന്നും അധികം സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് നികുതി കൊടുക്കണമെന്ന് ആര് ഉത്തരവിറക്കി? ഗവൺമെന്റ് ഉത്തരവിറക്കി. അപ്പോ നികുതിയും കൊടുക്കണം. ഞങ്ങൾ കൃഷി ചെയ്ത് ഞങ്ങൾക്കൊന്നും കിട്ടിയുമില്ല എന്നൊരു കാഴ്ചപ്പാടിലേക്ക് വന്നു. അതാണ് ഖേദയിലെ കർഷകർ പ്രത്യക്ഷ സമരത്തിലേക്ക് മാറാൻ കാരണം. ഓക്കെ. ഒടുവില് ഗാന്ധിജിയോട് ഇക്കാര്യം പറഞ്ഞു. കാരണം അഹമ്മദാബാദ് മിൽ സമരം പ്രത്യേകിച്ച് നമ്മുടെ ട്രൈബ്യൂണൽ അപ്പീലൊക്കെ കൊടുത്ത് ഗവൺമെന്റിനോട് പോരാടി തൊഴിലാളികൾക്ക് അവകാശ സംരക്ഷണം വാങ്ങിച്ചു കൊടുത്ത ആളല്ലേ. അങ്ങനെ ഈ ഒരു സമരത്തെക്കുറിച്ച് ഗവൺമെന്റിനെതിരെ പോരാടാൻ ആശയം സ്വരൂപിക്കാൻ വേണ്ടി ഗാന്ധിജിയെ സമീപിച്ചു. അപ്പോൾ ഗാന്ധിജി പറഞ്ഞു നിങ്ങൾ നികുതി കൊടുക്കണ്ട. ഇവര് നികുതി കൊടുക്കാത്തതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഇവരുടെ കൃഷി ഭൂമി ജപ്തി ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് ഉത്തരവിട്ടു. ഇവര് കുറച്ചൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട്. കുറെയൊക്കെ നശിച്ചു പോയി. ബാക്കി കൃഷിയുണ്ട്. പ്രധാനമായിട്ടും ഉള്ളി കൃഷിയായിരുന്നു ഉണ്ടായിരുന്നത്. ഇവരുടെ നേതാവെന്ന് പറയുന്നത് മോഹൻലാൽ പാണ്ഡ്യ എന്ന് പറയുന്ന ആളായിരുന്നു പ്രധാനമായിട്ടും കേട്ടോ. അങ്ങനെ മോഹൻലാൽ പാണ്ഡ്യ പറഞ്ഞു, "ഞങ്ങളുടെ കൃഷിഭൂമി അവര് ജപ്തി ചെയ്യാൻ പോവാണ്. ഗവൺമെന്റ് ജപ്തി ചെയ്യാൻ പോവാണ്. അവിടെ ഞങ്ങൾക്ക് ജീവിക്കാൻ വളരെ കുറച്ച് കൃഷിയിലൂടെ നമുക്ക് ലഭിച്ച ഉള്ളി ഇപ്പൊ പാകമായി കിടപ്പുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം?" അങ്ങനെ ഗാന്ധിജി പറഞ്ഞു, "നിങ്ങൾ എന്ത് ചെയ്യ്? നികുതി കൊടുക്കണ്ട. എന്തായാലും നിങ്ങൾക്ക് ജീവിച്ചാലേ പറ്റുള്ളൂ. ജീവിക്കാൻ അത്യാവശ്യം കുറച്ച് കാശെങ്കിലും വേണ്ടേ? നിങ്ങളൊരു കാര്യം ചെയ്യൂ. നിങ്ങള് വിളവ് എടുത്താ അല്ലെങ്കിൽ നിങ്ങൾ കൃഷി ചെയ്ത വിളവ് നിങ്ങൾ എടുത്തോളൂ. ജപ്തി ചെയ്തുകൊണ്ട് പോട്ടെ. എങ്കിലും നിങ്ങള് ഉള്ളി വിളവെടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ഗാന്ധിജിയുടെ വാക്ക് കേട്ടിട്ട് നമ്മുടെ മോഹൻലാൽ പാണ്ഡ്യ ഉള്ളി വിളവെടുക്കുകയാണ്. അതോടുകൂടി പോലീസ് എന്ത് ചെയ്യും? മോഹൻലാൽ പാണ്ഡ്യ അറസ്റ്റ് ചെയ്തു. എന്തെന്ന് കേസിടും? ഉള്ളി മോഷ്ടിച്ചവൻ, ഉള്ളിക്കള്ളൻ എന്ന് പേരിട്ടു. അതായിരുന്നു സംഭവം. അപ്പൊ ഗവൺമെന്റ് വീണ്ടും ഗാന്ധിജി ഗവൺമെന്റിനെ സമീപിച്ചു. ഇത് തെറ്റായ കാഴ്ചപ്പാടാണ്. യഥാർത്ഥത്തിൽ കർഷകർക്ക് ഒരു നഷ്ടം വന്നെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഗവൺമെന്റ് പറഞ്ഞു, വൻകിട ജന്മിമാര് ഞങ്ങൾക്ക് ടാക്സ് തരാനുണ്ട്. സമ്പന്നർ ഞങ്ങൾക്ക് ടാക്സ് തരാനുണ്ട്. ഒരുപാട് പെൻഡിങ് ഉണ്ട്, കുടിശ്ശികയുണ്ട്. അവര് കുടിശ്ശിക അടച്ച് തീർത്താൽ ഈ ചെറുകിട കർഷകരെ എന്ത് ചെയ്യാം? അവരുടെ നികുതി ബാധ്യതയിൽ നിന്ന് ഒഴിവാക്കാം. പക്ഷേ ചുരുക്കം ചില നാമമാത്രമായ ചിലര് മാത്രമേ അവരുടെ കുടിശ്ശിക അടയ്ക്കാൻ തയ്യാറായുള്ളൂ. അതുകൊണ്ട് തന്നെ ഖേദ കർഷക സമരത്തിലൂടെ ലക്ഷ്യം നേടാൻ കഴിഞ്ഞില്ല എന്നത് യാഥാർത്ഥ്യവുമാണ്. എങ്കിലും ഗാന്ധിജിയുടെ നേതൃത്വത്തില് ഗുജറാത്തിൽ നടന്ന രണ്ടാമത്തെ സമരമാണ് നമ്മൾ പഠിക്കുകയും ചെയ്യും. ഓക്കെ, നോക്കാം. ഞാൻ കഥയൊക്കെ പറഞ്ഞു തന്നു. നിങ്ങളുടെ മനസ്സിലുണ്ട്. ഇനി നമുക്ക് സ്ലൈഡിലൂടെ ഒന്ന് ഓടിച്ചു പോകാം. ഗുജറാത്തിലെ ഖേദ ജില്ലയില് വ്യാപകമായ കൃഷിനാശം സംഭവിച്ചു. ഇത് ക്ഷാമത്തിലേക്കും ദാരിദ്ര്യത്തിലേക്കും ജനങ്ങളെ നയിച്ചു. ക്ഷാമം വിലയിരുത്താനെത്തിയ അന്വേഷണ ഉദ്യോഗസ്ഥർ തെറ്റായ സ്ഥിതിവിവര കണക്കുകൾ നൽകിയതിനാൽ കർഷകർക്ക് ആനുകൂല്യങ്ങൾ ലഭിച്ചില്ല. ഈ ഖേദ കർഷക സമരത്തിലെ പ്രാദേശിക നേതാക്കളായിരുന്നു മോഹൻലാൽ പാണ്ഡ്യയും ശങ്കർലാൽ പരീഖും. ആരൊക്കെ? നേതാക്കളെ പേര് മറക്കരുത്. മോഹൻലാൽ പാണ്ഡ്യ, ശങ്കർലാൽ പരീഖ്. മറ്റ് നേതാക്കൾ എന്ന് പറയുന്നത് രവിശങ്കർ വ്യാസ്, വല്ലഭായ് പട്ടേൽ എന്നിവർ. രവിശങ്കർ വ്യാസ്, വല്ലഭായ് പട്ടേൽ എന്നിവർ. നേതൃത്വം നൽകിയ സംഘടന എന്ന് പറയുന്നത് ഗുജറാത്ത് സഭയായിരുന്നു. ഈ ഗുജറാത്ത് സഭയുടെ അപ്പോഴത്തെ പ്രസിഡന്റ് ആയിരുന്നു ഗാന്ധിജി. ഓക്കെ. അപ്പോ മോഹൻലാൽ പാണ്ഡ്യയുടെ നേതൃത്വത്തിൽ സമരം ഏറ്റെടുക്കാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ ഗുജറാത്ത് അധ്യക്ഷനായിരുന്ന പ്രസിഡന്റ് ആയിരുന്ന ഗുജറാത്ത് സഭ ഈ സമരത്തിന്റെ ഖേദ കർഷക സമരത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തു. 1918 മാർച്ച് മാസം 22-ന് നദിയാദ് എന്ന സ്ഥലത്ത് വെച്ച് ഗുജറാത്ത് സഭയുടെ കീഴിൽ ഗാന്ധിജി സന്നദ്ധ സേവകരോട് നികുതി നിഷേധത്തിന് ആഹ്വാനം ചെയ്തു. എവിടെ വെച്ചാണ്? 1918 മാർച്ച് 22-ാം തീയതി നദിയാദ് എന്ന സ്ഥലത്ത് വെച്ച്. നദിയാദ് എന്ന സ്ഥലത്ത് വെച്ച് കർഷകരോട് പറഞ്ഞു നിങ്ങൾ നികുതി കൊടുക്കണ്ട. ഓക്കെ. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ നികുതി അടയ്ക്കാത്ത കർഷകരുടെ കന്നുകാലികൾ കണ്ടുകെട്ടുകയും പിഴ ഈടാക്കുന്നതിനുള്ള താക്കീത് നൽകുകയും ചെയ്തു. അതായത് വാർണിംഗ് മെമ്മോ ഇഷ്യൂ ചെയ്തു. ഇനി കന്നുകാലിയില്ലാത്തവരാണെങ്കിലോ കൃഷിഭൂമി പിടിച്ചെടുക്കാനായിട്ട് ശ്രമിച്ചു. ഓക്കെ. അപ്പോൾ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ കന്നുകാലികളെ കണ്ടുകെട്ടുകയും പിഴ ഈടാക്കുന്നതിനുള്ള താക്കീത് നൽകുകയും കൃഷിഭൂമി പിടിച്ചെടുക്കുകയും ചെയ്തു.
ഗവൺമെന്റ് അധാർമികമായി കൈവെട്ടിപ്പെടുത്തിയ കൃഷിഭൂമിയില് ഉള്ളി വിളവെടുത്ത് നീക്കം ചെയ്യുവാൻ ഗാന്ധിജി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ആ കർഷകരുടെ പ്രധാന നേതാവാണ് മോഹൻലാൽ പാണ്ഡ്യ അല്ലെ? അങ്ങനെ മോഹൻലാൽ പാണ്ഡ്യയുടെ നേതൃത്വത്തിൽ വിളനിലങ്ങളിൽ നിന്ന് ഉള്ളി നീക്കം ചെയ്യും. അതോടുകൂടി മോഹൻലാൽ പാണ്ഡ്യയെ ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്തു. ഉള്ളിക്കള്ളൻ എന്ന് മുദ്ര കുത്തുകയും ചെയ്തു. അപ്പോൾ ഉള്ളിക്കള്ളൻ എന്ന് ബ്രിട്ടീഷുകാർ വിളിച്ചത് ആരെ? മോഹൻലാൽ പാണ്ഡ്യയെ. എന്തുകൊണ്ട്? ഗുജറാത്തിലെ ഖേദ കർഷക സമരത്തിന്റെ പ്രധാന നേതാവ് ആരായിരുന്നു? മോഹൻലാൽ പാണ്ഡ്യയായിരുന്നു. സെറ്റാണേ. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ? ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാം. യെസ്. ഗുജറാത്തിലെ ഖേദ ജില്ലയിൽ വ്യാപകമായ കൃഷിനാശം സംഭവിച്ചു. ഇത് ക്ഷാമത്തിലേക്കും ദാരിദ്ര്യത്തിലേക്കും നയിച്ചു. ക്ഷാമം വിലയിരുത്താനെത്തിയ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ തെറ്റായ സ്ഥിതിവിവര കണക്കുകൾ നൽകിയതിനാൽ കർഷകർക്ക് ആനുകൂല്യങ്ങളൊന്നും ലഭിച്ചില്ല. പ്രാദേശിക നേതാക്കൾ എന്ന് പറയുന്നത് മോഹൻലാൽ പാണ്ഡ്യയും ശങ്കർലാൽ പരീഖുമായിരുന്നു. മറ്റു നേതാക്കൾ രവിശങ്കർ വ്യാസും വല്ലഭായ് പട്ടേലും. നേതൃത്വം നൽകിയ സംഘടന എന്ന് പറയുന്നത് ഗുജറാത്ത് സഭ. ഗുജറാത്ത് സഭയുടെ പ്രസിഡന്റ് ആയിരുന്നു അപ്പോൾ ഗാന്ധിജി. 1918 മാർച്ച് 22 നദിയാദ് എന്ന സ്ഥലത്ത് വെച്ച് ഗുജറാത്ത് സഭയുടെ കീഴിൽ ഗാന്ധിജി സന്നദ്ധ സേവകരോട് നികുതി നിഷേധത്തിന് അല്ലെങ്കിൽ സമരം ചെയ്ത കർഷകരോട് നികുതി നിഷേധത്തിന് ആഹ്വാനം ചെയ്തു. തുടർന്ന് നികുതി അടയ്ക്കാത്തത് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? യെസ്, ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ കന്നുകാലികളെ കണ്ടുകെട്ടുകയും പിഴ ഈടാക്കുന്നതിനുള്ള താക്കീത് നൽകുകയും കൃഷിഭൂമി പിടിച്ചെടുക്കുകയും ചെയ്തു. ഗവൺമെന്റ് അധാർമികമായി കൈവശപ്പെടുത്തിയ കൃഷിഭൂമിയിലെ ഉള്ളി വിളവെടുത്ത് നീക്കം ചെയ്യുവാൻ ഗാന്ധിജി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. അത് കണ്ടെന്ന കർഷകരുടെ നേതാവായ മോഹൻലാൽ പാണ്ഡ്യയുടെ നേതൃത്വത്തിൽ വിളനിലങ്ങളിൽ നിന്നും ഉള്ളി നീക്കം ചെയ്തു. അതുകൊണ്ട് ബ്രിട്ടീഷുകാരെ അറസ്റ്റ് ചെയ്യുകയും ഉള്ളിക്കള്ളൻ എന്ന മുദ്ര കുത്തുകയും ചെയ്തു. സമൂഹത്തിലെ സമ്പന്നർ അവരുടെ കുടിശ്ശിക അടച്ചു തീർത്താൽ പാവപ്പെട്ടവരുടെ കടം എഴുതിത്തള്ളാമെന്ന് ഭരണകൂടം ഉറപ്പു നൽകി. പക്ഷേ അത് കേട്ടിട്ട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഈ സമരം അവസാനിപ്പിച്ചെങ്കിലും അധികം ആരും എന്ത് ചെയ്തില്ല? നികുതി അടച്ചില്ല. അതുകൊണ്ട് തന്നെ കർഷകരുടെ നികുതി എഴുതി തള്ളിയുമില്ല. അപ്പോ ചമ്പാരൻ സത്യാഗ്രഹം വിജയമായിരുന്നു എന്ന് പറയാം. അഹമ്മദാബാദ് മിൽ സമരവും വിജയമായിരുന്നു എന്ന് പറയാം. പക്ഷേ ഖേദ കർഷക സമരം വിജയമായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഈ കർഷക സമരത്തിന്റെ ഫലം നമുക്കൊന്നുകൂടെ പരിശോധിക്കേണ്ടി വരും. നോക്കാം എന്താണ് റിസൾട്ട്. നികുതി ഒഴിവാക്കിയെങ്കിലും ചുരുക്കം ചിലർക്ക് മാത്രമാണ് ആനുകൂല്യം ലഭിച്ചത്. പിന്നെ ഇതിലുള്ള ഒരേ ഒരു നേട്ടം എന്താ? ഗാന്ധിജിയുടെ ഇടപെടലോടുകൂടി വിദ്യാസമ്പന്നനായ പാശ്ചാത്യ വിദ്യാഭ്യാസം നേടിയ ഗാന്ധിജിയുടെ ഇടപെടല് സാധാരണക്കാരായ കർഷകരുടെ ആവശ്യങ്ങളിൽ ഇടപെട്ടത് സമൂഹത്തിലെ മറ്റ് വിദ്യാസമ്പന്നരായ യുവാക്കൾക്ക് പ്രചോദനമായി മാറി. വിദ്യാസമ്പന്നരായ പൊതുപ്രവർത്തകരെ സത്യാഗ്രഹ സമരത്തിലേക്ക് ആകർഷിക്കുവാൻ ഈ സമരത്തിലൂടെ സാധിച്ചു. അങ്ങനെ ഈ ഗാന്ധിജിയുടെ ഖേദ കർഷക സമരം കണ്ട് ദേശീയ നേതാവായി മാറിയ വ്യക്തിയാണ്. സത്യാഗ്രഹ സമരത്തിലേക്ക് ആകർഷിക്കപ്പെട്ട വ്യക്തിയായിരുന്നു ആര്? നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേൽ. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞേ ഈ ഖേദ കർഷക സമരത്തിലൂടെ ദേശീയ നേതാവായി മാറിയ വ്യക്തി സർദാർ വല്ലഭായ് പട്ടേൽ. ക്ലിയർ അല്ലേ? ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ? ഖേദ കർഷക സമരം. ഖേദ കർഷക സമരം 1918 ഗുജറാത്തിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന രണ്ടാമത്തെ സമരം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ നികുതി നിഷേധ സമരമായിരുന്നു. വിശേഷണം ഇന്ത്യയിലെ ആദ്യത്തെ നിസ്സഹകരണ സമരം. ഖേദ സത്യാഗ്രഹത്തിലൂടെ ദേശീയ നേതാവായി മാറിയത് ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ. അല്ലേ? കഥയൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഇന്ന് പഠിച്ച 3 സമരങ്ങൾ പൂർണ്ണമായിട്ട് നമുക്കൊന്ന് റിവിഷൻ ചെയ്തുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഓക്കെ, തുടങ്ങാം. ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ സത്യാഗ്രഹം 1917 ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ സമരം. ഗാന്ധിജി ഇന്ത്യയിൽ തന്റെ പൊതുപ്രവർത്തനം ആരംഭിക്കാനിടയായ സംഭവം ചമ്പാരൻ സത്യാഗ്രഹമായിരുന്നു. ഗാന്ധിജിയുടെ സമരരീതി എങ്ങനെ? അഹിംസയിൽ അധിഷ്ഠിതമായ സമരം. കാരണം തീൻ കടായി സമ്പ്രദായം. നീലം കർഷകരെ തോട്ടമുടമകളായ വെള്ളക്കാർ ബ്രിട്ടീഷുകാർ ചൂഷണം ചെയ്തതാണ് സമരത്തിന് കാരണമായത്. എങ്ങനെ ചൂഷണം ചെയ്തേ? കർഷകർ സ്വന്തം ഭൂമിയുടെ 3 ഭാഗവും ഭൂ ഉടമകൾക്ക് വേണ്ടി നീലം കൃഷി ചെയ്യാൻ നിർബന്ധിതമായ വ്യവസ്ഥ. അങ്ങനെ കൃഷി ചെയ്താൽ ആ മണ്ണിൽ പിന്നെ വേറൊന്നും കൃഷി ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് കർഷകർ അതിൽ തയ്യാറായില്ല. ചമ്പാരനിലെ നീലം കർഷകരുടെ കഷ്ടപ്പാടുകൾ ഗാന്ധിജിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ നീലം കർഷകനാണ് രാജ്കുമാർ ശുക്ല. 1916 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലക്നൗ സമ്മേളനത്തിൽ രാജ്കുമാർ ശുക്ല പങ്കെടുക്കുകയും ആ സമയത്ത് ഗാന്ധിജിയെ കണ്ട് ഇക്കാര്യം ബോധിപ്പിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ഗാന്ധിജി 1916 INC ലക്നൗ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം നീലം കർഷകരോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു പ്രമേയം അവതരിപ്പിക്കാൻ നിർദ്ദേശിച്ചത് ആരോട്? ബ്രിജ് ബാബു കിഷോർ പ്രസാദിനോട് അദ്ദേഹം അവതരിപ്പിക്കുകയും ചെയ്തു.
എന്നിട്ട് ആ നിവേദനം ബ്രിട്ടീഷുകാർക്ക് നൽകുകയും ഉണ്ടായി. ആ പ്രമേയം ബ്രിട്ടീഷുകാർക്ക് നൽകി. അത് ബ്രിട്ടീഷ് ഭരണാധികാരികൾ പരാതിയായിട്ട് നൽകി. ചമ്പാരൻ സത്യാഗ്രഹത്തെക്കുറിച്ച് പഠിക്കാൻ അന്വേഷണ കമ്മീഷനെ നിയമിച്ചത് ആരായിരുന്നു? സർ എഡ്വേർഡ് ഗേറ്റ് എന്ന ലഫ്റ്റനന്റ് ഗവർണർ. തുടർന്ന് ആ കമ്മീഷൻ റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം നമ്മുടെ എഡ്വേർഡ് ഗേറ്റ് കർഷകർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു. സമരത്തെ തുടർന്ന് കർഷകർക്ക് ആശ്വാസകരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളപ്പെട്ടു. പാട്ടവ്യവസ്ഥയിൽ സംരക്ഷണം ഉറപ്പാക്കി. അതായത് ഭൂവുടമകളായ തോട്ടമുടമകൾക്ക് ഒരു കാരണവശാലും അല്ലെങ്കിൽ പാട്ടവ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് കർഷകരെ പുറത്താക്കാൻ കഴിയില്ല എന്നൊരു സാഹചര്യം ഉണ്ടാക്കി. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുന്ന വിളകൾ കൃഷി ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും കർഷകർക്ക് ലഭിച്ചു. അഹമ്മദാബാദ് തുണിമിൽ സമരം 1918 ഗുജറാത്തിൽ. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹ സമരം. അഹമ്മദാബാദിലെ തുണിമിൽ തൊഴിലാളികളുടെ 50% വേതന വർധനവിന് വേണ്ടിയിട്ടായിരുന്നു സമരം. എന്നാൽ ഗാന്ധിജിയുടെ നിർദ്ദേശമനുസരിച്ച് വേതന വർധനവ് 35% ആവശ്യപ്പെട്ടത്. ഈ അഹമ്മദാബാദ് മിൽ സമരത്തിന്റെ ഈ 50% അല്ലെങ്കിൽ 35% വേതന വർധനവ് ആവശ്യപ്പെടാനുള്ള പ്രധാന കാരണം എന്താ? പ്ലേഗ് ബോണസ് നിർത്തലാക്കിയത്. 1917 കാലഘട്ടത്ത് അഹമ്മദാബാദിൽ പ്ലേഗ് രോഗം പടർന്നു. ആ കാലഘട്ടത്തിൽ തൊഴിലാളികൾ ഫാക്ടറിയിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ തൊഴിലുപേക്ഷിച്ച് പോകാതിരിക്കാനായിട്ട് ശമ്പളത്തിന്റെ 80% വരെ ബോണസ് ആയിട്ട് നൽകി. അഹമ്മദാബാദിലെ തുണിമിൽ തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഗാന്ധിജി അറിയിച്ചത് ആരായിരുന്നു? അനസൂയ ബഗനായിരുന്നു. ഗാന്ധിജിയുടെ നിരാഹാര സമരം 21 ദിവസം നീണ്ടുനിന്നു. സമരത്തിന്റെ സന്ധി സംഭാഷണത്തിന് വേദിയായത് അനസൂയ ബഗന്റെ വീട്. 20% വേതന വർധനവ് നൽകാൻ തൊഴിലുടമകൾ തയ്യാറായി. പക്ഷേ അതിൽ കൂടുതൽ നൽകില്ല എന്നായിരുന്നു. അങ്ങനെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ആരെ സമീപിച്ചു? ട്രിബ്യൂണലിനെ സമീപിച്ചു. ട്രിബ്യൂണൽ വഴി നടത്തിയ അന്വേഷണത്തിനൊടുവിൽ തൊഴിലാളികൾക്ക് 35% വേതന വർധനവ് നൽകി. ഈ സമരത്തിന്റെ ഭാഗമായി 1920 അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ ലേബർ അസോസിയേഷൻ സ്ഥാപിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടാ തൊഴിലാളികളുടെ അവകാശ സംരക്ഷണം ഉറപ്പുവരുത്തണം. ഈ സമരത്തിലൂടെയാണ് ഗാന്ധിജി സർദാർ വല്ലഭായ് പട്ടേലുമായിട്ടും ശങ്കർലാൽ ബംഗറുമായിട്ടും സൗഹൃദ ബന്ധം സ്ഥാപിക്കുക. അഹമ്മദാബാദ് മിൽ സമരം വിജയിക്കുവാൻ തൊഴിലാളികൾക്ക് ഗാന്ധിജി നൽകിയ ഉപദേശങ്ങളായിരുന്നു: അക്രമം പാടില്ല, കരിങ്കാലികളെ ഉപദ്രവിക്കരുത്, ആയുധം ഉപയോഗിക്കരുത്, വിജയം വരെ സമരത്തിൽ അടിയുറയ്ക്കുകയും നേരായ വഴിയിലൂടെ ആഹാരത്തിന് പ്രയത്നിക്കുകയും വേണം. ഖേദ കർഷക സമരം 1918 ഗുജറാത്തിലെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന രണ്ടാമത്തെ സമരം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ നികുതി നിഷേധ സമരം. വിശേഷണം ഇന്ത്യയിലെ ആദ്യത്തെ നിസ്സഹകരണ സമരം എന്നാണ്. ഖേദ സത്യാഗ്രഹത്തിലൂടെ ദേശീയ നേതാവായി മാറിയത് സർദാർ വല്ലഭായ് പട്ടേൽ. ഗുജറാത്തിലെ ഖേദ ജില്ലയിലെ വ്യാപകമായ കൃഷിനാശം സംഭവിച്ചു. ഇത് കാരണം ആ പ്രദേശം ക്ഷാമത്തിലേക്കും ദാരിദ്ര്യത്തിലേക്കും നയിക്കപ്പെട്ടു. ക്ഷാമം വിലയിരുത്താനെത്തിയ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ തെറ്റായ സ്ഥിതിവിവരങ്ങൾ നൽകിയതിനാൽ കർഷകർക്ക് നികുതി ആനുകൂല്യങ്ങൾ ലഭിച്ചതുമില്ല. അതോടുകൂടി പ്രാദേശിക നേതാക്കളായ മോഹൻലാൽ പാണ്ഡ്യയുടെയും ശങ്കർലാൽ പരീഖിന്റെയും രവിശങ്കർ വ്യാസിന്റെയും വല്ലഭായ് പട്ടേലിന്റെ നേതൃത്വത്തില് ജനങ്ങള് എന്ത് ചെയ്തു? ഗവൺമെന്റിനെതിരെ പ്രതിഷേധ സമരം ആഹ്വാനം ചെയ്തു. ഈ പ്രതിഷേധ സമരത്തിൽ പങ്കെടുക്കുവാൻ പട്ടേൽ ഉൾപ്പെടെയുള്ള ആൾക്കാർ ആരെ സമീപിച്ചു? ഗാന്ധിജിയെ. ആ സമയം ഗാന്ധിജി ഗുജറാത്ത് സഭയുടെ പ്രസിഡന്റ് ആയിരുന്നു. അങ്ങനെ ഗുജറാത്ത് സഭയുടെ ആഭിമുഖ്യത്തില് 1918 മാർച്ച് 22-ാം തീയതി നദിയാദ് എന്ന സ്ഥലത്ത് വെച്ച് ഗാന്ധിജി ഈ കർഷക സമരം ചെയ്യുന്നവരോട് അല്ലെങ്കിൽ സന്നദ്ധ പ്രവർത്തകരോട് നികുതി നിഷേധത്തിന് ആഹ്വാനം ചെയ്തു. നിങ്ങൾക്ക് എത്രയാണോ നികുതി അടയ്ക്കാൻ പറഞ്ഞത് നിങ്ങൾ അത് അടയ്ക്കേണ്ട. ഓക്കെ. അപ്പൊ നികുതി അടയ്ക്കാതിരുന്നപ്പോൾ എന്ത് ചെയ്തു? കർഷകരുടെ കന്നുകാലികളെ ജപ്തി ചെയ്തു. പിഴ ഈടാക്കുന്നതിന് വാണിംഗ് മെമ്മോ ഇഷ്യൂ ചെയ്തു. കൃഷിഭൂമിയിൽ ഇനി കൃഷി ചെയ്യണമെന്ന് പറഞ്ഞ് പിടിച്ചെടുക്കുകയും ചെയ്തു. അപ്പോ ഗാന്ധിജി പറഞ്ഞു, ഗവൺമെന്റ് അധാർമികമായി കൈവശപ്പെടുത്തിയ കൃഷിഭൂമിയിലെ ഉള്ളി വിളവെടുത്ത് നീക്കം ചെയ്യൂ, നിങ്ങൾക്കും ജീവിക്കണ്ടേ. അങ്ങനെ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം കർഷകരുടെ സമര നേതാവായ മോഹൻലാൽ പാണ്ഡ്യയുടെ നേതൃത്വത്തിൽ വിളനിലങ്ങളിൽ നിന്ന് ഉള്ളി നീക്കം ചെയ്തു. തുടർന്ന് മോഹൻലാൽ പാണ്ഡ്യയെ ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്യുകയും ഉള്ളിക്കള്ളനെന്ന് മുദ്രകുത്തുകയും ചെയ്തു. സമൂഹത്തിലെ സമ്പന്നർ അവരുടെ നികുതി കുടിശ്ശിക അടച്ചു തീർത്താൽ പാവപ്പെട്ടവരുടെ കടം എഴുതി തള്ളാമെന്ന് എന്ത് ചെയ്തു? ഗവൺമെന്റ് ഉറപ്പ് നൽകി. പക്ഷേ ഈ ഒരു ഉറപ്പ് കിട്ടിയതിന്റെ പേരിൽ സമരം അവസാനിപ്പിച്ചെങ്കിലും യഥാർത്ഥത്തിൽ കർഷകരുടെ നികുതി ഒഴിവാക്കി കിട്ടിയോ? ഇല്ല. വിരലിൽ എണ്ണാവുന്നവർക്ക് മാത്രം ഒഴിവാക്കി കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. നികുതി ഒഴിവാക്കിയെങ്കിലും ചുരുക്കം ചിലർക്ക് മാത്രമാണ് ആനുകൂല്യം ലഭിച്ചത്. പിന്നെ ഉള്ള പ്രയോജനം എന്താ? വിദ്യാസമ്പന്നരായ പൊതുപ്രവർത്തകരെ സത്യാഗ്രഹ സമരത്തിലേക്ക് ആകർഷിക്കാൻ ഗാന്ധിജിക്ക് ഈ ഖേദ സത്യാഗ്രഹത്തിലൂടെ സാധിച്ചു. ഖേദ സത്യാഗ്രഹം വിജയമായിരുന്നോ? ഇല്ല, പരാജയമായിരുന്നു. അഹമ്മദാബാദ് മിൽ സമരം വിജയമായിരുന്നോ? അതെ, വിജയമായിരുന്നു. ചമ്പാരൻ സത്യാഗ്രഹം വിജയമായിരുന്നോ? അതെ, വിജയമായിരുന്നു. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ പ്രിയ വിദ്യാർത്ഥികളെ ഇത്രയും കൃത്യമായി പഠിക്കുക. തുടർന്ന് നമ്മൾ ദേശീയ പ്രസ്ഥാനത്തിലെ മറ്റ് സമരങ്ങളുമായിട്ട് വീണ്ടും എത്തിച്ചേരും.
അപ്പോൾ കൃത്യമായി പഠിച്ചു പോവാ. അടുത്ത ക്ലാസ്സിൽ കാണാം.